അറിവ് കുറഞ്ഞ ആളുകൾ, അറിവ് കൂടുതലുള്ള വിശ്വസ്തരായ ആളുകൾ ഫോളോ ചെയ്യുക. എല്ലാവരും ഖുർആനും ഹദീസും നോക്കിയാണ് പ്രവർത്തിച്ചതെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആളുകളും ആ കാലത്തുള്ളവരൊക്കെ ഖുർആനും ഹദീസും നോക്കിയാണ് ജീവിച്ചത്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ മദ്ഹബുകൾ രൂപപ്പെടുന്നത്. അപ്പം അക്കാലയളവിൽ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടാവുക? അപ്പം അതുപോലെ നമുക്ക് ജീവിച്ചാൽ പോരെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം 100 വർഷം കഴിഞ്ഞിട്ടാണല്ലോ മദ്ഹബുകൾ രൂപപ്പെടുന്നത്. അതിനിടക്കുള്ള ആളുകൾ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ നമ്മളും ജീവിച്ചാൽ പോരെ, ഇന്നുള്ള ആളുകൾ ജീവിച്ചാൽ പോരെ? എന്തിനാണ് പിന്നെ മദ്ഹബ് പിൻപറ്റുന്നത് എന്നതാണ് ചോദ്യത്തിന്റെ ആകത്തുക എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം എല്ലാവരും ഖുർആനും ഹദീസും ഒക്കെ നോക്കി സ്വന്തമായിട്ട് പ്രവർത്തിച്ചാൽ പോരെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ. അങ്ങനെയാണെങ്കിൽ അന്ന് ജീവിച്ച എല്ലാ ആളുകളും, അന്ന് ജീവിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ടാകും. 10 വയസ്സുള്ള കുട്ടി, 7 വയസ്സുള്ള കുട്ടി, 15 വയസ്സുള്ള കുട്ടി ഉണ്ടാവും. അതിൻ്റെ മേലുള്ളവരുണ്ടാവും. സ്ത്രീകൾ, വീട്ടിൽ നിന്ന് ചിലപ്പോൾ പല സാഹചര്യം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാകും. പിന്നെ വ്യത്യസ്ത ജോലികളിൽ വ്യാപൃതരായ ആളുകളുണ്ടാകും. പിന്നെ ബുദ്ധി കുറച്ച് കുറഞ്ഞ ആളുകളുണ്ടാകും. ഇങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ടാവും. എല്ലാ ആളുകളും ആ കാലത്തുള്ളവരൊക്കെ ഖുർആനും ഹദീസും നോക്കിയാണ് ജീവിച്ചത്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അതില്ല. അപ്പോൾ അതെന്താ അവരെല്ലാവരും ഖുർആൻ ഹദീസ് നോക്കാത്തത്? അവര് ആ സമയത്ത് അറിയുന്ന കുറച്ചും കൂടി അറിവുള്ള അല്ലെങ്കിൽ അവർക്ക് വിശ്വസ്തരായ ആളുകളോട് ചോദിച്ചിട്ടായിരിക്കും. അതെ, അതായത് അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിവ് കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്. പ്രായക്കുറവ് കൊണ്ട് അറിവ് കൂടുതൽ നേടാൻ പറ്റാത്തവരുണ്ട്. ഇനി അറിവ് പഠിക്കാനൊക്കെ ഉള്ള ആയുസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് ഭൗതികമായ കാര്യങ്ങളുമായി കൂടുതൽ ജോലി ആയതുകൊണ്ട് മതം പഠിക്കാൻ അധികം സമയം കിട്ടാത്തവരുണ്ടാകും. ഈ ആളുകളെല്ലാവരും ഖുർആനും ഹദീസും നോക്കിയാണ് പ്രവർത്തിച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അവരെങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക? അന്ന് അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും അറിവും വിശ്വസ്തതയും ആർക്കാണോ ഉള്ളതെന്ന് അവർക്ക് ബോധ്യമുള്ളത് അവരോട് പോയി ചോദിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അയാൾ 3 റക്അത്തുള്ള നിസ്കാരം മഗ്രിബ് അറിയാതെ 4 റക്അത്ത് നിസ്കരിച്ചു പോയി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സംശയം വരികയാണ്, അദ്ദേഹത്തിന് ബോധ്യം വരികയാണ്, ഞാൻ 4 നിസ്കരിച്ചതെന്ന്. ഇദ്ദേഹമാണെങ്കിൽ ഇതിന്റെ പ്രതിവിധി ഖുർആനും ഹദീസും നോക്കി കണ്ടെത്തിയ ഒരാളല്ല, ഒരു സാധാരണക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാകും? അന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ കാലത്ത് ഉള്ള ഏറ്റവും വലിയ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയ ആളുകളെ സമീപിച്ചിട്ടുണ്ടാവും. അവിടെ ചിലപ്പോൾ ഒരാളല്ല, ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് സൗകര്യപ്പെടുന്ന ഒരാളെടുത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഈ രീതി, ഇതാണ് ശരിക്കും മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാന്ന് പറയുന്നിടത്ത് ശരിക്കും ഇതാ സംഭവിക്കുന്നത്. അറിവ് കുറഞ്ഞ ആളുകൾ, അറിവ് കൂടുതലുള്ള വിശ്വസ്തരായ ആളുകൾ ഫോളോ ചെയ്യുക. ഇതാണ് ശരിക്കും നടക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. ഇന്നന്നാസ ലം യസാലു മിൻ സമനി സ്വഹാബ ഇലാ അൻ ലഹറത്തിൽ മദാഹിബുൽ അർബഅ യുഖല്ലിദൂന മൻ ഇത്തഫഖ മിനൽ ഉലമാഇ മിൻ ഗൈരി നകീരിൻ മിൻ അഹദിൻ യുഅ്തബർ ഇൻകാറുഹു. സ്വഹാബത്തിന്റെ കാലം മുതലുള്ള ആളുകളെല്ലാം 4 മദ്ഹബ് രൂപപ്പെടുന്നത് വരെ ആ കാലഘട്ടത്തിൽ അവർക്ക് ലഭ്യമായ വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി മതവിധി ചോദിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്തിരുന്നു. ഇത് നിരാക്ഷേപം തുടർന്നു വന്ന കാര്യമാണ്. പരിഗണിക്കപ്പെടുന്ന ഒരാൾ പോലും, ഒരു വാക്കിന് വിലയുള്ള ഒരാൾ പോലും ഈ ഒരു സമ്പ്രദായത്തെ എതിർത്തിട്ടില്ല. വലൗകാന ദാലിക ബാത്തിലൻ ലഅൻകറൂഹു. ഈ പരിപാടി വിവരമുള്ളവരോട് ചോദിച്ച് വിവരമില്ലാത്തവർ പ്രവർത്തിക്കുക എന്നത്, ഈ പിൻപറ്റൽ, ഇത് ഒരു തെറ്റാണെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന കാര്യബോധമുള്ളവരൊക്കെ അതിനെ എതിർക്കുമായിരുന്നു. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുള്ളയുടെ യഖ്ദുൽ ജീദ് ഫി അഹ്കാമിൽ ഇജ്തിഹാദി വത്തഖ്ലീദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ചിന്തിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പോയിന്റാണ്. ഈ പ്രവൃത്തി അന്ന് അവർ ചെയ്തു, ഇന്ന് നമ്മളും ചെയ്യുന്നു. നമ്മളെന്ന് പറയുമ്പോൾ അഹ്ലുൽ സുന്നയുടെ ആളുകൾ. നമ്മളിത് ചെയ്യാൻ കാരണം, നമ്മൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നീ മഹത്തുക്കളെ ഫോളോ ചെയ്യുന്നു. അതിന് കാരണം നമ്മളെക്കാളും
എത്രയോ മടങ്ങ് അറിവ് അവർക്കുണ്ട് എന്ന കാര്യം ലോകം അംഗീകരിച്ചതാണ്. അവരുടെ പാണ്ഡിത്യത്തിൻ്റെ വിഷയത്തിൽ ലോക മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാണ്. ദീനിനോട് കൂറുള്ള മുഴുവൻ ആളുകളും അവരുടെ സൂക്ഷ്മതയും അവരുടെ അറിവും കഴിവും സമ്മതിച്ചതാണ്. അത്രയും കഴിവുള്ള അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ആദ്യത്തെ 100 വർഷം ഉണ്ടല്ലോ, നബിസ്വലാസങ്ങളുടെ കാലം മുതൽ മദ്ഹബിന്റെ ഇമാമുകൾ വരുന്നത് വരെയുള്ള കാലത്ത് എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെയാണ് ഇന്നും അഹ്ലുസുന്ന എന്താകുന്നത്, ജീവിക്കുന്നത്. വിദഅത്തുകാർ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ പിന്നീട് പറയാം.